അപ്പോൾ ഒരു സെപ്റ്റി ടാങ്ക് കാണിച്ചു കേട്ടോ. അത് ശരിക്കും റെഡിമെയ്ഡ് അല്ല, ഇവിടെ വെച്ചിട്ടുണ്ടാക്കി കേട്ടോ. നല്ല നീറ്റ് വർക്ക് ആയതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. 3 അറകളൊക്കെ ഉള്ള സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഇതിലൂടെയാണ് സാധനം ഇതിലേക്ക് വരുന്നത്. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലൂടെ ഒരു ഹോൾസ് വരുന്നുണ്ട്. ആ ഒരു ഹോൾസിലൂടെ ഇതിൽ ഫുള്ളായിട്ട് വെള്ളം ഉണ്ടാവും. ഈ ഒരു ലെവൽ വരെ വെള്ളം ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് സാധനം വരുമ്പോൾ അതിൻ്റെ വെയിറ്റ് കൊണ്ട് കുറച്ച് വെള്ളം ഈ ഒരു അറയിൽ നിന്ന് ഈ ഒരു അറയിലേക്ക് കുറച്ച് വെള്ളം വീഴും. ആ ഒരു വെള്ളം അതേപോലെ തന്നെ ഈ ഒരു പൈപ്പ് ഇതിൻ്റെ ഈ വാട്ടർ ലെവൽ കറക്റ്റായിട്ടാണ് ആ ഒരു ഓവർഫ്ലോയ്ക്കുള്ള ആ ഒരു പൈപ്പ് അവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ആ വെയിറ്റ് വരുന്നതിനനുസരിച്ച് കുറച്ച് വെള്ളം ആ ഒരു പൈപ്പിലൂടെ നല്ല തെളിഞ്ഞ വെള്ളമാണ് വരിക, ഈ ഒരു കുഴിയിലേക്ക് പോകും. അതാണ് ഇതിൻ്റെ സിസ്റ്റം. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റൊക്കെ ഈ ഒരു കുഴിയിൽ നിൽക്കും. ഓവർ വരുന്ന വെള്ളം മാത്രം ഓരോ ഫ്ലഷിലും വെള്ളം മാത്രമാണ് ആ ഒരു കുഴിയിലേക്ക് പോകുന്നത്. ഓക്കെ, ആ രീതിയിൽ നല്ല വൃത്തിയിലുള്ളൊരു സെപ്റ്റി ടാങ്ക് പണിതപ്പം ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഒരു മൂടി ഇവിടെ വാർത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മൂടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇത് സെറ്റ് ആവട്ടോ. അപ്പോൾ ഇത് തുടക്കത്തിൽ ഇതിൽ കുറച്ച് ചാണകവെള്ളമൊക്കെ കലക്കി ഒഴിക്കുന്ന പരിപാടികളും അങ്ങനെയൊക്കെ ഉണ്ട്. ഫുള്ള് വെള്ളം കറക്റ്റ് വാട്ടർ ലെവൽ കണക്കാക്കി വെള്ളം നിർത്തിയതിൻ്റെ ശേഷമാണ് ഇത് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ റെഡിമെയ്ഡ് സംഭവങ്ങളും വാങ്ങാൻ കിട്ടും. റെഡിമെയ്ഡ് റൗണ്ടിൽ വരുന്ന 3 അറകളുള്ള ഇതുപോലെ തന്നെ കോൺക്രീറ്റിൽ ഉണ്ടാക്കുന്ന റെഡിമെയ്ഡ് സെപ്റ്റി ടാങ്കുകളും വാങ്ങാൻ കിട്ടും. ഓക്കെ, ഇതിപ്പോൾ ഇവിടെ വെച്ച് ജസ്റ്റ് ഉണ്ടാക്കിയെന്ന് മാത്രം. നല്ല വൃത്തിയുള്ള വർക്കാണ്. ഓക്കെ.